ഇതിനെ സംബന്ധിച്ചിട്ടാണ് ഇവിടെ നിന്ന് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് മുൻ ജന്മത്തിലെ അറിയാവുന്ന വ്യക്തികളാണ് ഇവർ. സോ അത് റിലേറ്റഡ് ആയിട്ടാണ് ഈ ജന്മത്തിലും നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത്. കണ്ടുമുട്ടണം എന്നുള്ളത് നിങ്ങൾക്ക് എന്താ പറയുക, ഓൾറെഡി ദൈവം നിയോഗിക്കപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ആ കണ്ടുമുട്ടൽ, ഈ ഒരു കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഈ പറയുന്ന നെഗറ്റിവിറ്റി, ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൻ്റെ എന്തെങ്കിലും നിങ്ങൾ കർമ്മേൻ്റെ ഭാഗമായിരിക്കും. ഓക്കെ, സോ അത് ക്ലിയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ മാത്രമേ, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിൽ നിന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ലൈഫിലൊരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ പേഴ്സൺ ഒരു പ്രാവശ്യം കണക്റ്റഡ് ആയാൽ പിന്നെ മറക്കാനായിട്ട് പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഈ ഒരു ജന്മം വന്നവരാണ് നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മം മുതലേ അറിയാം, ചിലപ്പോൾ അതിനും മുൻപത്തെ ജന്മങ്ങളിൽ അറിയായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും ഒരു കണക്ഷൻ ഫീൽ ആവുന്നത്. പിന്നെ സോൾ കണക്ഷൻ ഇവിടെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ചിലർക്ക് സോൾ ഫാമിലി എന്നുള്ളൊരു ഫാമിലി ഉണ്ട്. ഓക്കെ, അത് നമ്മളുടെ കൂടെ, നമ്മളുടെ സോളിന് നമ്മൾ എത്ര ജന്മങ്ങൾ എടുത്താലും നമ്മൾക്കുള്ള ഒരു ഫാമിലിയാണ്. ഇപ്പോൾ ഉള്ളൊരു ഫാമിലിയാണ് അച്ഛൻ, അമ്മ, ചേട്ടൻ, ഭർത്താവ്, ഭാര്യ, കുട്ടികൾ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഇതിനു മുമ്പേ ഉള്ള ഒരു ഫാമിലി ഉണ്ട് നമ്മളുടെ സോളിന്. ഓക്കെ, നമ്മളുടെ ശരീരമാണ് എല്ലാ ജന്മങ്ങളും പുതിയത് വരുന്നത്. ഉടുപ്പാണ്, നമ്മൾ ആത്മാവിൻ്റെ ഉടുപ്പാണ്. ഓക്കെ, പക്ഷെ നമ്മളുടെ ആത്മാവെന്ന് പറയുന്നതിന് ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു സോൾമേറ്റ് കണക്ഷനും കൂടിയാണ് കുറച്ച് പേർക്ക് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു കാര്യങ്ങൾ നിങ്ങളെ ലൈഫിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ കൊണ്ട് വിട്ട് പിരിയാനാവാതെ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അറുത്ത് മാറ്റാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നിവിടെ കാണുന്നുണ്ട്. അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ബന്ധത്തിലൂടെ പലതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, പലതും നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ പറയട്ടെ, പല റീഡിങ്ങുകളും നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും അറിയാൻ പറ്റുന്ന ഒരു കാര്യം, അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഈ ബന്ധം വീണ്ടും വരും, അവരെപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ അതേ വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ നിന്ന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് എല്ലാ രീതിയിലും അത് അങ്ങനെ എടുക്കരുത്. ഞാൻ സത്യമുള്ളത് ഉള്ളതുപോലെ പറയും. അവർക്ക് ഇപ്പോൾ മെമ്മറീസ് ഉണ്ട് നിങ്ങളെക്കുറിച്ച്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് അവരിലും ഒരുപാട് കാര്യങ്ങളും